ഞങ്ങളങ്ങനെ അർമേനിയയിലെ ഗാർണിക് ടെമ്പിളിലെത്തി. ചുറ്റിനും മഞ്ഞാണ് കേട്ടോ. ഇവിടെ ആൾ വളരെ കുറവാണ്. ഇതൊരു സൂര്യക്ഷേത്രമാണെന്ന് പറയുന്നത്. ഇത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ചുറ്റിനൊക്കെ മഞ്ഞുമലയാണ്. ചെടിയല്ല, വൃക്ഷങ്ങളിലൊക്കെ ഇലകളൊക്കെ പോയി. ശിഖരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ലൈറ്റും ഒക്കെ ഉണ്ട്. രാത്രി കാണാൻ നല്ല രസമായിരിക്കും. എനിക്കൊന്ന് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണ് തോന്നുന്നു. അതെ, ക്രിസ്മസിൻ്റെ എന്താ. ഇവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇതാണ് എൻട്രി. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങ് ദൂരെ ആ ടെമ്പിള് കാണാം. ചുറ്റിനും മലകളാണ്, മഞ്ഞുമലകൾ. ഇപ്പോൾ അവരൊക്കെ തുള്ളുന്നു മഞ്ഞ് കണ്ടിട്ട്. ഇത് കുറേ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കണ്ടിരുന്നു. അങ്ങനെ ഈ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇതാ മഞ്ഞ്. വൈഫ് അത് തൊടാൻ പോകുന്നു. നല്ല ലൊക്കേഷൻ, നല്ല ബാക്ക്, നല്ല അടിപൊളി മഞ്ഞാണ്. അങ്ങ് ദൂരെ കണ്ടില്ലേ. ഇത് ഒരിക്കലും അങ്ങനെ തകർന്നു പോയിട്ട് വീണ്ടും ഇത് പണിഞ്ഞതാണ് അവരെ. ഇവിടെ പൂച്ചകളൊന്നുമില്ല, ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാത്രമാണ്. ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഉണ്ടോ നോക്കട്ടെ. ഇംഗ്ലീഷ് ഉണ്ട് ഇവിടെ. കുറേ മെയിൻ്റനൻസ് ഒക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് തകർന്നു പോയിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ഇതൊക്കെ പുതിയതായിട്ട് പണിയല്ല. കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അങ്ങനെ മുകളിലോട്ട് കയറുന്നു. ടെമ്പിളിനകം പൂജ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നുമില്ല. ടെമ്പിളിനുള്ളിലുള്ള резервуарчик для ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടെമ്പിളിലെ ബാക്കിൽ നിന്നുള്ള കാഴ്ചകളാണ്.
നല്ല തണുപ്പുണ്ട്. ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡാണ് അല്ലേ, സൈഡിലോട്ട് അങ്ങ് മാറി അവിടെ നിന്ന് ഇറങ്ങി വന്നു. ദാ. ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയുള്ളതാണ്, ദൂരെയുള്ള പൈസ ഇട്ടാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു വെയിറ്റ് ചെയ്ത സ്ഥലം ഞങ്ങളിപ്പം കണ്ടു കഴിഞ്ഞു. അർമീനിയയിൽ വന്നിട്ട് ഗ്രാനി ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞു. ഞങ്ങളിന്ന് പുറത്തേക്ക് പോവാണ്. ഇവിടെ ഇതാണ് പുറത്തേക്കുള്ള വഴി. ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്.